नमस्ते। हमारा अगला पाठ मेरे भारतवासियों। നമ്മളുടെ അടുത്ത ചാപ്റ്റർ എൻ്റെ ഭാരതവാസികളെ. यह एक भाषण है. भाषण अर्थ എന്തുവാ? പ്രസംഗം, स्पीच. यह एक भाषण है. അപ്പോൾ मेरे भारतवासियों किस विधा की रचना है? ഏത് തരത്തിലുള്ള കൃതിയാണ്? यह एक भाषण है. ഇതൊരു പ്രസംഗമാണ്. भारत की स्वतंत्रता के अवसर पर देशवासियों को संबोधित करने वाले प्रथम प्रधानमंत्री जवाहरलाल नेहरू का भाषण है. भारत की स्वतंत्रता के अवसर पर ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അവസരത്തിൽ ദേശവാസിയോം കോ സംബോധിത് കർണേ വാലെ നമ്മളുടെ ഭാരതീയരോട് സംബോധന ചെയ്തുകൊണ്ടുള്ള പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കാ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു കാ ഭാഷൻ ഹെ. ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗം ആണ് മേരെ ഭാരതവാസിയോം, എൻ്റെ ഭാരതവാസികളെ. दशाब्दों की कोशिशों और लाखों के बलिदानों के परिणाम स्वरूप 1947 को भारत स्वतंत्र हुआ. ദശാബ്ദോം കി കോശിസോ, ദശാബ്ദോം എന്നാൽ ദശാബ്ദങ്ങളായിട്ടുള്ള, കോശിസ് പരിശ്രമം, ലാഖോം കെ ബലിദാൻ, ലാഖ് ലക്ഷക്കണക്കിന് ആളുകളുടെ, ബലിദാൻ സമർപ്പണത്തിൻ്റെയും, പരിണാമസ്വരൂപ് ഫലമായിട്ട് 1947 को 1947 ഭാരത് സ്വതന്ത്ര ഹുവ, ഭാരതം സ്വാതന്ത്ര്യം നേടി. അപ്പം ദശാബ്ദങ്ങൾ അടങ്ങുന്നതായിട്ടുള്ള പരിശ്രമങ്ങളുടെയും ഫലമായിട്ടും ലക്ഷക്കണക്കിന് ആളുകളുടെ ആത്മസമർപ്പണത്തിൻ്റെ ഫലമായിട്ടും 1947 ഭാരതം സ്വാതന്ത്ര്യം നേടി. 14 अगस्त की मध्यरात्रि की वेला में पंडित जवाहरलाल नेहरू ने तिरंगा फहराते हुए देश से जो अपील की थी वह देखें. 14 अगस्त की मध्यरात्रि की वेला में, വേള അവസർ. അപ്പം കബ് 14 അഗസ്റ്റ് की മധ്യരാത്രി, എപ്പോഴാണ്? 14 ഓഗസ്റ്റിൻ്റെ മധ്യരാത്രിക്ക് വേളാമേ, മധ്യരാത്രിയിൽ, അർദ്ധരാത്രിയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ തിരങ്ക ഫഹരാത്തെ ഹുവേ, തിരങ്ക ഫഹരാന ത്രിവർണ പതാക പാറിച്ചുകൊണ്ട്, ദേശ് സേ ജോ അപ്പീൽ കി, ദേശത്തോട് ചെയ്യുന്നതായിട്ടുള്ള അപ്പീൽ, ആഹ്വാനം ആണ് മേരെ ഭാരതവാസിയോ. അപ്പം 14 ഓഗസ്റ്റ് അർദ്ധരാത്രിയിൽ അവസരത്തിൽ ജവഹർലാൽ നെഹ്റു തിരങ്ക പതാക പാറിച്ചുകൊണ്ട് ദേശത്തോട് ചെയ്യുന്നതായിട്ടുള്ള ആഹ്വാനമാണ്, അല്ലെങ്കിൽ ജനങ്ങളോട് ചെയ്യുന്ന, ഭാരതീയരോട് ചെയ്യുന്നതിനുള്ള അഭിസംബോധനയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള പാഠം മേരെ ഭാരതവാസിയോ. कई वर्षों पहले हमने नियति को मिलने का एक वचन दिया था और अब समय आ गया है कि हम अपने वचन को निभाएं. पूरी तरह न सही लेकिन बहुत हद तक. आज रात 12 बजे जब सारी दुनिया सो रही होगी, भारत जीवन और स्वतंत्रता की नई सुबह के साथ उठेगा. कई वर्षों पहले हमने നിയതി വിധി ഭാഗ്യം, കൈ വർഷോം പഹലെ വർഷങ്ങൾക്ക് മുമ്പ്, ഹംനെ നിയതി കോ മിൽനെ കാ ഏക് വചൻ ദിയാ താ, വചൻ ദേന വാക്കു പറഞ്ഞിരുന്നു, നിയതി കോ മിൽനെ കാ വിധിയുമായിട്ടൊരു കൂടിക്കാഴ്ച ഉണ്ടാകും എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഏക് വചൻ ദിയാ താ, ഒരു വാഗ്ദാനം നൽകിയിരുന്നു. और अब समय आ गया है कि हम अपने वचन को निभाएं. अब समय आ गया है कि, ഇപ്പോൾ ആ സമയം എത്തിയിരിക്കുകയാണ്, ഹം അപ്നെ വചൻ കോ നിഭായെ, നിഭാന പൂർത്തീകരിക്കുക, നമ്മൾ ആ വാഗ്ദാനത്തെ, ആ വാക്ക് പൂർത്തീകരിക്കാനുള്ള സമയം ഇപ്പോൾ എത്തി. പൂരി തര നാ സഹി, പൂരി തര നാ സഹി, പൂർണ്ണമായിട്ടും ഇല്ല, അല്ലെങ്കിൽ പൂർണ്ണമാക്കാനായിട്ടില്ലെങ്കിൽ പൂരി തര നാ സഹി, അത് പൂർണ്ണമായിട്ടും ആവില്ല. ലേക്കിൻ ബഹുത് ഹദ് തക്, ഹദ് പരിധി വരെ, ലേക്കിൻ ബഹുത് ഹദ് തക് ഒരു പരിധി വരെ, ആജ് രാത്ത് 12 ബജെ ഇന്ന് രാത്രി 12 മണി വരെ, ജബ് സാരി ദുനിയ സോ രഹി ഹോഗി,
ജബ് സാരി ദുനിയ സോ രഹി ഹോഗി. ഈ ലോകത്തിലെ എല്ലാ ആളുകളും എന്തു ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും? സോ രഹി ഹോഗി. സോന ഉറങ്ങുക, ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഭാരത് ജീവൻ ഔർ സ്വതന്ത്രത की नई सुबह के साथ उठेगा. भारत किस प्रकार उठेगा? ജീവൻ ഔർ സ്വതന്ത്രത की നയി സുബഹ കെ സാത്ത്. ഇപ്പം നാളത്തെ പ്രഭാതം അല്ലെ പുതിയ പ്രഭാതം എന്ന് പറയുന്നത് ഭാരതീയ ജനതയ്ക്ക് എങ്ങനെയുള്ളതാണ്? സ്വാതന്ത്ര്യത്തിൻ്റെയാണ്. ഭാരത് ജീവൻ ഔർ സ്വതന്ത്രത की നയി സുബഹ കെ സാത്ത് ഉഠേക. സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ പ്രഭാതത്തോടെ ആയിരിക്കും രാവിലെ ഭാരതത്തിലെ ജനങ്ങൾ എഴുന്നേൽക്കുക. एक ऐसा क्षण जो इतिहास में बहुत ही कम आता है जब हम पुराने को छोड़ नए की तरफ जाते हैं. जब एक युग का अंत होता है और जब वर्षों से शोषित एक देश की आत्मा अपनी बात कह सकती है. यह एक संयोग है कि इस पवित्र मौके पर हम समर्पण के साथ खुद को भारत और उसकी जनता की सेवा और उससे भी बढ़कर सारी मानवता की सेवा करने के लिए प्रतिज्ञा ले रहे हैं. एक ऐसा क्षण, क्षण निमिषम, एक ऐसा क्षण जो इतिहास में बहुत ही कम आता है. ഇതിഹാസ് ചരിത്രം, ചരിത്രത്തിൽ വളരെ കുറച്ച് വരുന്ന അല്ലെങ്കിൽ അപൂർവമായിട്ടുള്ള ചരിത്ര നിമിഷമാണിത്. ഇതിഹാസ് में बहुत ही कम आता है. जब हम पुराने को छोड़ नए की तरफ जाते हैं. हम पुराने को छोड़ പഴയതിനെ ഉപേക്ഷിച്ചിട്ട് നയെ കി തരഫ് പുതിയതിലേക്ക് പോകുന്നു. നയെ കി തരഫ് ജാത്തെ ഹെ. ഇപ്പം പഴയതിനെ ഉപേക്ഷിച്ചിട്ട് പുതിയതിലേക്ക് പോകുന്നു. ജബ് ഏക് യുഗ് കാ അന്ത് ഹോത്താ ഹെ. ഏക് യുഗ് കാ അന്ത് ഹോത്താ ഹെ. ഒരു യുഗത്തിൻ്റെ അവസാനമാണ്. അപ്പം ഏത് യുഗത്തിൻ്റെ അവസാനമാണ്? ഗുലാമി കാ, അടിമത്വത്തിൻ്റെ അവസാനം. और जब वर्षों से शोषित एक देश की आत्मा, വർഷോം സെ ശോഷിത് ഏക് ദേശ് കി ആത്മ, വർഷങ്ങളായിട്ട് ചൂഷണത്തിന് ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ദേശത്തിലെ ജനങ്ങൾ അപ്പനി ബാത് കഹ് സക്തി ഹെ. അപ്പനി ബാത് കഹ് സക്തി ഹെ. ഇപ്പം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ പറയാനായിട്ടുള്ള അവസരം. അപ്നി ബാത് കഹ് സക്തി ഹെ. യഹ് ഏക് സംयोग है कि इस पवित्र मौके पर, यह एक संयोग है कि इस पवित्र मौके पर हम समर्पण के साथ क्या कर सकते हैं? अपनी उस समर्पण के साथ खुद को भारत और उसकी जनता की सेवा. यह एक संयोग की बात है. സംയോഗ ആകസ്മികമായിട്ടുള്ള ഇസ് പവിത്ര മൗക്കെ പർ, ഈ പവിത്രമായിട്ടുള്ള മൗക്ക അവസർ, മൗക്കെ പർ അവസരത്തിൽ ഹം സമർപ്പൺ കെ സാത്ത് ഖുദ് കോ ഭാരത് ഔർ ഉസ്കി ജനത കി സേവ. അപ്പോൾ ഈ പവിത്രമായിട്ടുള്ള സന്ദർഭത്തിൽ നമ്മൾ എന്തോ ചെയ്യണം? സമർപ്പണത്തോടെ ക്യാ കർണാ ഹെ? ഭാരത് ഔർ ഉസ്കി ജനത കി സേവ, ഭാരതത്തെയും അതിലെ ജനങ്ങളെയും എന്തു ചെയ്യണം? സേവിക്കണം. और क्या करना है? और उससे भी बढ़कर सारी मानवता की सेवा करने के लिए प्रतिज्ञा ले रहे हैं. तो भारत और उसकी जनता की सेवा, ഭാരതത്തെയും അതിലെ ജനങ്ങളെയും പിന്നെ ഉസ്സേ ഭി ബഡ്കർ, അതുമാത്രമല്ല അതിലുപരിയായിട്ട് സാരി മാനവത की സേവ करने के लिए, ലോകത്തിലെ എല്ലാ മാനവരെയും സേവിക്കാനായിട്ടുള്ള പ്രതിജ്ഞ ലേ രഹേ ഹേ. പ്രതിജ്ഞ കർണ, പ്രതിജ്ഞ എടുക്കുക. तो हम किसकी प्रतिज्ञा ले रहे हैं? भारत और उसकी जनता की सेवा और उससे भी बढ़कर सारी मानवता की सेवा के लिए പ്രതിജ്ഞ ലേ രഹേ ഹേ. നമ്മൾ ഭാരതത്തെയും അതിലെ ജനങ്ങളെയും അതുമാത്രമല്ല അതിനേക്കാൾ ഉപരിയായിട്ട് സകല മനുഷ്യരെയും സകല മാനവരെയും സേവിക്കാം എന്നുള്ള പ്രതിജ്ഞ എടുക്കുകയാണ് ചെയ്യുന്നത്.